അടുത്തത് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. നമ്മുടെ 8085ന്റെ അഡ്രസ്സിംഗ് മോഡ്സ്. അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8085 മൈക്രോ പ്രോസസ്സർ. ഓക്കെ, അപ്പോ എന്താണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്? അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഏത് മെത്തേഡ് വെച്ചിട്ടാണോ നമ്മൾ സോഴ്സിന്റെ ഡേറ്റയുടെ അഡ്രസ്സിനെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷന്റെ അഡ്രസ്സിനെ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ദ വേ ഇൻ വിച്ച് ദ ഓപ്പറാൻഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഈസ് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിന്റെ ഓപ്പറാൻഡിനെ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ വേയിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ് കൊണ്ട് റെഫർ ചെയ്യുന്നത്. അഡ്രസ്സിംഗ് മോഡ് refers to the way in which the operand of the instruction is specified. Okay, നമ്മളുടെ 8085 മൈക്രോ പ്രോസസ്സറിന് നമ്മൾ 5 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഉള്ളത്. 5 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഉള്ളത്. 5 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 8085-നകത്തുള്ള അഡ്രസ്സിംഗ് മോഡ്സ് എന്തൊക്കെയാണെന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മുടെ ഡേറ്റയുടെ അഡ്രസ് എന്താണെന്ന് നമ്മളുടെ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കും. ഓക്കെ, ഇൻ ദിസ് അഡ്രസ്സിംഗ് മോഡിൽ അഡ്രസ് ഓഫ് ദി ഡേറ്റ ഈസ് സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷനകത്ത് തന്നെ പറഞ്ഞിരിക്കും അതിന്റെ അഡ്രസ് എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഡേറ്റ വിൽ ബി ഇൻ മെമ്മറി. അതിന്റെ ഡേറ്റ എവിടെ ആയിരിക്കും? മെമ്മറിയിലും ആയിരിക്കും. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ എ 16 ബിറ്റ് അഡ്രസ് പ്രസന്റ് ഇൻ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷനകത്തുള്ള 16 ബിറ്റ് അഡ്രസ് ആണ് നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ LDA 1050H, അതായത് 1050 എന്ന് പറഞ്ഞ ഒരു 16 ബിറ്റ് നമ്പർ ആണല്ലേ. ഈ 16 ബിറ്റ് നമ്പർ ഇത് എന്താണ്? ഇതൊരു അഡ്രസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അഡ്രസ് തന്നിട്ടുണ്ട്. ആ അഡ്രസ്സിലുള്ള ഡേറ്റേനെയാണ് നമ്മൾ എവിടെ ചെയ്യേണ്ടത്? അക്യൂമുലേറ്ററിനകത്ത് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. LDA STA 4200H ഇങ്ങനെയൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. എന്താണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ എവിടെയാണെന്നുള്ളത്, എവിടെയാണ് ഇരിക്കുന്നത്, ഏത് രജിസ്റ്ററിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കും. അതായത് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് ദി നെയിം ഓഫ് ദി രജിസ്റ്റർ ഇൻ വിച്ച് ദ ഡേറ്റ ഈസ് അവൈലബിൾ. ഇവിടെ എന്താ പറയുന്നത്? ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് ദി രജിസ്റ്റർ ഇൻ വിച്ച് the data is available. ഡേറ്റ ഏത് രജിസ്റ്ററിനകത്താണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇൻസ്ട്രക്ഷൻ തന്നെ പറയുന്നതിനെയാണ് നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് മൂവ് A,B. അതായത് ഈ ബി എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഇരിക്കുന്ന കണ്ടന്റിനെ അക്യൂമുലേറ്ററിനകത്ത് കൊണ്ടുവരിക. അപ്പൊ രജിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെയുള്ള അഡ്രസ്സിംഗ് മോഡിനെയാണ് നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മൂന്നാമത് വരുന്ന അഡ്രസ്സിംഗ് മോഡാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദി രജിസ്റ്റർ ഇൻ വിച്ച് ദ അഡ്രസ് ഓഫ് ദ ഡേറ്റ ഇസ് അവൈലബിൾ.
ഡേറ്റ എവിടാണെന്നാണ് അല്ല പറയുന്നത്. ആ രജിസ്റ്ററിനകത്ത് എന്ത് കാണും? ഡേറ്റ ഏത് മെമ്മറി ലൊക്കേഷനകത്താണ് ഇരിക്കുന്നത് എന്നാ പറയുന്നത്. ഡേറ്റ എവിടെയാണെന്നല്ല, ഡേറ്റ ഏത് മെമ്മറി ലൊക്കേഷനകത്താണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് the name of the register in which the address of the data is available. Address of the data is available. Okay. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മൂവ് എ കോമ എം, മെമ്മറിയിലാണ് അഡ്രസ് അല്ലേ, അഡ്രസ് പറഞ്ഞിരിക്കും, അവിടുന്നാണ് നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യേണ്ടുന്നത്? എയിലേക്ക് മൂവ് ചെയ്യേണ്ടുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം, രജിസ്റ്റർ ഏതാന്ന് പറയുന്നില്ല അല്ലെ, അഡ്രസ് ആണ് തരുന്നത്. അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡിലേക്ക് പോവാം. നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താ പറയുന്നത്? ഡേറ്റ ഏതാണെന്ന് ഇൻസ്ട്രക്ഷൻ തന്നെ പറയും. അതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അതായത് ഡേറ്റ ഈസ് സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്. ഇൻസ്ട്രക്ഷനകത്ത് തന്നെ പറയും അല്ലേ. അതാണ് നമ്മളുടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? MVI B, ഡേറ്റ, അല്ലെങ്കിൽ നെക്സ്റ്റ് LXI H, ഡേറ്റ. ഓക്കെ, ഇതെല്ലാം നമ്മൾ എവിടെ വരുന്നതാ? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ the instruction itself specifies the type of operation and the location of the data to be operated. ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ എന്താ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഏത് ടൈപ്പ് ഓപ്പറേഷൻ ആണെന്നും അതേപോലെ ഡേറ്റ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ട ഡേറ്റയുടെ ലൊക്കേഷനും നമ്മളുടെ ഈ അഡ്രസ്സിംഗ് മോഡിലുള്ള ഇൻസ്ട്രക്ഷൻസിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. അതായത് it specifies the type of operation and location of the data to be operated. ഇത്രയും ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കുറെ അധികം എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് വരുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് നമ്മൾ LDA അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടല്ലേ, അതേപോലെ ST അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ LHLD അഡ്രസ്സ്, അതേപോലെ SHLD അഡ്രസ്. ഒരു മൂന്നാലെണ്ണം എക്സാമ്പിൾസ് ആയിട്ട് എഴുതിക്കണം കേട്ടോ. LHLD അഡ്രസ്, അതേപോലെ SHLD അഡ്രസ്, ഇതൊക്കെ വരുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലാണ്. ഇനി രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിനകത്ത് വരുന്നത് മൂവ് R1, R2, അതേപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ XCHG എന്ന് പറയുന്നത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. രജിസ്റ്ററിന്റെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആഡ് ഓപ്പറേഷനിൽ വരുന്ന ആഡ് R, അത് ആഡ് M, ആഡ് ADCR, ADCM അതൊക്കെ വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡാഡ് ഓപ്പറേഷൻ, ഡാഡ് RP അതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് രജിസ്റ്റർ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അതേപോലെ സബ് ഓപ്പറേഷനിൽ വരുന്ന സബ് R, സബ് M, ഇതെല്ലാം സബ് R, അതേപോലെ SBBR ഇതെല്ലാം എന്താണ്? നമ്മുടെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ വരുന്നതാണ്. ഇനി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്ന എന്തൊക്കെയാണ്? നമ്മുടെ M വരുന്നതെല്ലാം, മെമ്മറി വരുന്നതെല്ലാം രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് അതല്ലേ. അതായത് ആഡ് M, അതേപോലെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ സബ് M,
പിന്നെ SBBM, ഇതെല്ലാം എന്താണ്, മെമ്മറിയായിട്ട് വരുന്നതെല്ലാം എന്താണ്, നമ്മളുടെ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, SBBM ഇതെല്ലാം എന്താണ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡുകളാണ്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഡേറ്റ ഇമ്മീഡിയറ്റ് ഡേറ്റ തരുന്നതാണ് ഇതെല്ലാം. അതായത് SUI ഡേറ്റ വരുന്നത്, അതുപോലെ SBI ഡേറ്റ വരുന്നത്, അതേപോലെ പിന്നെ വരുന്നത് ADI ഡേറ്റ, അതേപോലെ ACI ഡേറ്റ. ഇതെല്ലാം ഈ ഡേറ്റ എല്ലാം വരുന്നതെല്ലാം ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നതാണ്. പിന്നെ ഈ ഇംപ്ലിസിറ്റ് വരുന്നതാണ് നമ്മുടെ കോംപ്ലിമെന്റ്, CMA വരും. അതേപോലെ പിന്നീട് നമ്മൾ പഠിച്ച ഇൻ, ഔട്ട്, പുഷ്, പോപ്പ്, ഇതെല്ലാം എന്താണ്, ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 5 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഇൻ 8085 മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. അതൊരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ 8085ന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സും അഡ്രസ്സിംഗ് മോഡ്സും. അപ്പോൾ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ബിടെക് മെഡിസി എന്ന ലേണിംഗ് ആപ്പിൽ ആമസോൺ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതേപോലെ www.btechmedc.com എന്ന വെബ്സൈറ്റിലും ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോസും അവൈലബിൾ ആണ്. കൂടുതൽ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ബിടെക് മെഡിസി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.